ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരകളായെന്ന് സംബന്ധിച്ച പ്രിൻസിപ്പലിന്റെ വാർത്താക്കുറിപ്പ്. കട്ടച്ചിറ സ്വദേശിയായ 13 വയസ്സുകാരന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയതിനു പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ 6+1 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. കട്ടച്ചിറ സ്വദേശിയായ 13 വയസ്സുകാരനാണ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റത്. UP വിഭാഗത്തിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഹോസ്റ്റലിലേക്ക് പുതുതായി എത്തിയതായിരുന്നു മർദ്ദനമേറ്റ കുട്ടി. സീനിയർ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയതിനായിരുന്നു മർദ്ദനം. അവിടെ 2 ചേട്ടന്മാർ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞ ഉടനെ തന്നെ വേറൊരു ചേട്ടൻ്റെ കാരണത്തടിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നടുക്കത്തെ ബെഡിൽ കൊണ്ടുപോയിട്ട് പുറത്തും വയറ്റത്തും ചെകിടത്തൊക്കെ കുറേ ഇടിച്ച്. അവിടെ ഞാൻ എത്തിയ സമയത്ത് അവിടെ 3-4 വേറെ കുട്ടികളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ഇങ്ങനെ 2 പേര് ബെഡിൽ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞതും അവരെന്നെ കർണത്ത് കുറെ അടിച്ചു, വയറ്റത്ത് പുറത്തൊക്കെ അടിച്ചു. വൈദ്യപരിശോധനകൾക്ക് ശേഷം പിതാവും കുട്ടിയും മാന്നാർ പോലീസിൽ റാഗിങ്ങിനെ സംബന്ധിച്ച് മൊഴി നൽകി. റാഗിംഗ് വിവരം സ്കൂൾ അധികൃതർ തങ്ങളിൽ നിന്നും മറച്ചുവെച്ചതായി കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. മകനെ 8-9 പേര് ചേർന്ന് റാഗ് ചെയ്യുകയും മോനെ ശരിക്കും മർദ്ദിക്കുകയും മോൻ ഒരു അബോധാവസ്ഥയിലുണ്ടാകുകയാണ് ഉണ്ടായത്. ഈ സംഭവം ഞാനോ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വൈഫോ ആരും ഇത് സംഭവം അറിഞ്ഞില്ല. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യവും ചെയ്യാം. നേഴ്സിംഗ് എല്ലാം ഉള്ള എല്ലാം ഉള്ളതാണ്. പക്ഷെ അവരൊന്നും ആ ഭാഗത്ത് വരികയും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് സമാന അനുഭവം നേരിട്ടതായി സ്കൂൾ പ്രിൻസിപ്പൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ സെക്യൂരിറ്റി വിവരം അറിയിച്ചു. തുടർന്ന് ഹോസ്റ്റലിലെത്തിയ സ്കൂൾ അധികൃതർ +1 വിദ്യാർത്ഥികളെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തതായും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സ്കൂൾ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് മാനേജ്മെന്റ് തീരുമാനം. 24 ആലപ്പുഴ.